എം കെ സാനു മാഷിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ ഇപ്പോൾ 1 മണിക്കൂർ പൊതുദർശനം അവിടെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൊച്ചി ടൗൺ ഹാളിലേക്ക് ഭൗതിക ശരീരം മാറ്റുക. അവിടെയായിരിക്കും മുഖ്യമന്ത്രി എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊച്ചി രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും. ലാൽകൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. ലാൽകൃഷ്ണൻ, വിവരങ്ങൾ. കൊച്ചിയിൽ കരുവേലിപ്പടിയിലുള്ള സന്ധ്യ എന്ന് പറയുന്ന വസതിയിലേക്ക് മാഷിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. 1 മണിക്കൂറാണ്, ഏകദേശം 10 മണിയോടുകൂടി മൃതദേഹം ഇവിടുന്ന് എടുക്കുന്ന രീതിയിൽ 1 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് മൃതദേഹം ഈ വസതിയിലുള്ളൂ. അതുവരെ അത്യാവശ്യം ആളുകൾക്ക് സ്വന്തം വസതിയിലെത്തുന്ന സമീപവാസികളായിട്ടുള്ള അധികം ആളുകൾക്ക് കയറാനോ സാധിക്കാനോ സ്ഥലപരിമിതി അടക്കമുള്ള പ്രശ്നങ്ങളുള്ള മേഖലയായതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം മൃതദേഹം ഇവിടുന്ന് ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ചടങ്ങുകൾക്ക് മറ്റു കാര്യങ്ങൾക്ക് മുമ്പായിട്ട് പൂർണ്ണമായും ആളുകൾക്ക് ഔദ്യോഗിക നൽകുന്നതിന് മുന്നോടിയായി തന്നെ സാനുമാഷിനെ കാണുന്നതിന് വേണ്ടിയിട്ടും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അതായത് പൊതുദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് എത്തിയിരിക്കുന്നത്. സാനുമാഷിൻ്റെ വസതിയിൽ വലിയ രീതിയിലുള്ള തിരക്കും, അതോടൊപ്പം തന്നെ സാനുമാഷിനെ അവസാനമായിരുന്നു കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരും എത്തി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ ഒരുപാട് പേര് എത്തിയിരുന്നു. സമീപവാസികളായിട്ടുള്ളവരും പഠിശിഷ്യന്മാരടക്കമുള്ള ആളുകളും ഈ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ ഒഴുക്കാരംഭിച്ചതാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. പ്രധാനമായിട്ടും പഠിശിഷ്യരടക്കമുള്ള ആളുകളിൽ ഏറെ പങ്കും ഇപ്പോൾ തന്നെ ഈ വസതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ സമീപവാസികളായിട്ടുള്ള ആളുകൾ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ ഈ വസതിയിലേക്ക് എത്തിയിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ഥലപരിമിതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇടം കൂടിയാണ് ഈ സന്ധ്യ എന്ന് പറയുന്ന വീട്. ആ വീട്ടിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഈ മേഖലയിൽ പൊതുവെ ഇല്ല എന്നത് ഈ പ്രശ്നത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് വകവയ്ക്കാതെ തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു ഒഴുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലയാള ഭാഷയ്ക്ക്, മലയാള സാഹിത്യത്തിന്, അതോടൊപ്പം തന്നെ അധ്യാപന പ്രവൃത്തിയിൽ ഒട്ടേറെ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന സാനുമാഷിൻ്റെ വിയോഗം കേരള സമൂഹത്തിനും കേരളത്തിലെ സാഹിത്യ ലോകത്തിനും ഒപ്പം തന്നെ ശിഷ്യഗണങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തരത്തിലുള്ളൊരു ആഘാതം തന്നെയാണ്. അത് മറികടക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇന്നലെ മുതൽ തന്നെ എല്ലാവരും പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു വിടവ് വരുത്തിക്കൊണ്ടാണ് സാനുമാഷ് പോകുന്നത്. സാനുമാഷ് ഇല്ലാത്ത ഒരു കാലഘട്ടം, സാനുമാഷിൻ്റെ എഴുത്തുകളില്ലാത്ത ഒരു കാലഘട്ടം എന്ന രീതിയിൽ തന്നെ പലരും ഇതിനെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അതിൻ്റെ വിതുമ്പിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് ഏറെ പങ്കാളികളും ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു നിയന്ത്രണം വരുത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് അപ്രായോഗികമാണ് എന്നുള്ള കാര്യം അവർക്കും ഏറെക്കുറെ അറിയാം. കാരണം ഒരുപാട് മേഖലകളിൽ, വിവിധ മുഖങ്ങളിൽ, വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനും ഒരു ഗുരുതുല്യനുമായിരുന്ന വ്യക്തിയുടെ വേർപാടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്നുള്ള പല തരത്തിലുള്ള ആളുകൾ, പല തുറകളിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹമാണ് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപവാസികൾ മാത്രമല്ല, പഴയ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരടക്കമുള്ള ഒരുപാട് പേർ വരുന്നുണ്ട്. ആദ്യമായി ഈ ഭാഗത്തേക്ക് ഞാൻ ജേർണലിസം പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സാനുമാഷിനെ കാണുന്നതിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ഒരു വ്യക്തിപരമായ കാര്യമാണ്. എന്നിരുന്നാൽ പോലും ആദ്യമായിട്ടാണ് സാനുമാഷിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നത്. ആ സമയത്ത് വലിയ രീതിയിൽ ഒരു നൽകിക്കൊണ്ടിരിക്കുന്ന സാനുമാഷിൻ്റെ എറണാകുളത്തെ കാരിക്കാമുറിയിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന. അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇനി അടുത്ത 1 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. അത് കഴിഞ്ഞാൽ കൊച്ചി ടൗൺ ഹാളിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുക. എറണാകുളം നിവാസികൾക്ക് പ്രത്യേകിച്ചും വളരെ പ്രിയപ്പെട്ട മാഷാണ്. എല്ലാവരുടെയും ഗുരുനാഥൻ എന്ന രീതിയിലാണ് സാനുമാഷിനെ ആൾക്കാർ കാണുന്നത്. സാനുമാഷ് എന്ന് വിളിക്കുമ്പോൾ അതിൽ ആത്മാർത്ഥത കിനിയുന്നു എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വിമർശനത്തിലെ ദാർശനികത മാത്രമല്ല, അവനവരാത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം എന്ന ഗുരുവാക്യം ഉൾക്കൊണ്ട് എപ്പോഴും ജീവിക്കുന്ന ഒരാളായിരുന്നു എം കെ സാനു എന്ന സാഹിത്യ നിരൂപകൻ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.